അപ്പോൾ ഓരോ ജില്ലയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് മീഡിയ വൺ. ഇന്നലെ നമ്മൾ കോഴിക്കോട് ജില്ലയായിരുന്നു പരിശോധിച്ചിരുന്നത്. ഇന്ന് തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ ഇന്ന് K14 തിരുവനന്തപുരം ജില്ലയിലെ വിജയസാധ്യതകൾ, പ്രതീക്ഷകൾ, മുന്നണികളുടെ സീറ്റ് വിഭജന ചർച്ചകൾ, എല്ലാ വിവരങ്ങളും അറിയാം. തിരുവനന്തപുരം ജില്ലയിലേക്ക്. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടികൾ ഏറെ പതിഞ്ഞ മണ്ണാണ് തിരുവനന്തപുരത്തിൻ്റേത്. രാഷ്ട്രീയ വാഴ്ചകൾക്കും വൻ വീഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ച നഗരം. കൃത്യമായ രാഷ്ട്രീയ ബോധ്യവുമുള്ളവരാണ് തിരുവനന്തപുരം ജില്ലയിലെ വോട്ടർമാർ. ആ രാഷ്ട്രീയ ബോധ്യം ഇത്തവണ ആരെ തുണയ്ക്കും എന്നതാണ് ചോദ്യം. 2 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി ആരെയൊക്കെ ഇവിടുത്തെ വോട്ടർമാർ ഈ നിയമസഭയിലേക്ക് പറഞ്ഞയക്കും. നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ചിത്രം. ആകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 നേടി ഇടതുമുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമഗ്രാധിപത്യം നേടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്തവണ പക്ഷേ ഇടതുമുന്നണിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. ചില മണ്ഡലങ്ങൾ പിടിക്കാൻ BJP കൂടി കച്ചകെട്ടി ഇറങ്ങിയതോടെ തലസ്ഥാന ജില്ലയിൽ ഇത്തവണ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പ്. നെയ്യാറ്റിൻകര മുതൽ വർക്കല വരെ നീളുന്ന ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ നിലവിലെ അവസ്ഥയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് കൂടി ചേരുന്നുണ്ട്. വിജിൻ, സ്വാഗതം. നിലവിലിപ്പോൾ 13-1 എന്നതാണ് കളത്തിൽ ബോർഡിൽ കാണുന്നത്. പക്ഷേ സാങ്കേതികമായി പറഞ്ഞാൽ ഒന്നില്ല അല്ലേ? 12 ഉള്ളൂ. ആൻ്റണി രാജുവിന് ഇപ്പോൾ MLA പദവിയില്ല. എങ്കിൽ കൂടി നമുക്ക് കണക്ക് പറയുമ്പോൾ 13-1 എന്ന് തന്നെ പറയാം. ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ഇടതുപക്ഷത്തിനൊപ്പമുള്ളത്? UDF ഏത് മണ്ഡലമാണ് ഉള്ളത്? അത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കണക്കുകൾ കൊണ്ട് പറയാനുള്ള കണക്കുകളൊന്നും കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായിട്ടില്ല. M. വിൻസെൻ്റ് MLA കോവളം പിടിച്ചെടുത്തത് മാത്രമാണ് ഒരു കനലായി തെരിയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നേമം, ഒപ്പം തന്നെ അരുവിക്കര, പാറശാല, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, ഇത്രയും മണ്ഡലങ്ങളാണ് LDF-നൊപ്പം നിൽക്കുന്നത്. ആ 13 മണ്ഡലങ്ങൾ അതാണ്. അപ്പോൾ എന്തായാലും ഈ 13 എന്ന് പറയുന്ന ആ സംഖ്യയിലേക്ക് ഇത്തവണ അത്ര വേഗം ഓടിക്കയറാൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? വലിയ പ്രയാസം തന്നെയായിരിക്കും. കാരണം ഇത്തവണത്തെ നമുക്ക് ഏറ്റവും അവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ് അതിൽ ഏറ്റവും നിർണായകമായ. മുമ്പൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് ഒപ്പം കുറച്ചുകൂടി കൂടുതലായി നിലയുറപ്പിക്കുന്ന കാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ച കണ്ടിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായി UDF-ന് അനുകൂലമായി മാറാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ കാഴ്ച ഒരു 5 മണ്ഡലങ്ങളിലെങ്കിലും കൃത്യമായ ത്രികോണ മത്സരം നടക്കും എന്നുള്ളതാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേമമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, കഴക്കൂട്ടമുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ. ഈ 4 മണ്ഡലങ്ങൾ പ്രധാനമാണ്. അതായത് സംസ്ഥാനത്ത് തന്നെ BJP പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം. പ്രതീക്ഷ വെക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയും, ആ അക്കൗണ്ട് ഒന്നിൽ കൂടുതലാക്കാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പൊക്കെ പൊതുവെ കുറച്ച് പ്രതീക്ഷയിലൊക്കെയാണ് ഉള്ളത് സംസ്ഥാനത്തൊട്ടാകെ. ആ ഒരു പ്രതീക്ഷ അവർ തിരുവനന്തപുരത്തും ചിലയിടങ്ങളിൽ വെച്ച് അവർ അങ്ങനെ കണ്ടുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവ് ഒരുപക്ഷെ K. മുരളീധരൻ തിരിച്ചെത്തുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലെ ഒരു മത്സരപരം UDF-ന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറം തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് നേരത്തെ V. ശിവകുമാർ വിജയിച്ച് വന്ന മണ്ഡലമാണ്. മറ്റൊരു നിലനിർത്താൻ സാധ്യത നേമമാണ്. നേമത്തെ ഏതെങ്കിലും ഒരു ശക്തനായ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വന്നതുപോലെ K. മുരളീധരനെ പോലെ ഒരാൾ മത്സരത്തിന് വന്നാൽ V. ശിവൻകുട്ടി മത്സരിക്കും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതൊരു തീപാറുന്ന പോരാട്ടത്തിനിടയിൽ വോട്ടുകൾ സ്പ്ലിറ്റായി മാറുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനോട് മേൽക്കൈ നേടാൻ കഴിയാതിരിക്കില്ല. അരുവിക്കര ഇപ്പോഴും ഷുവർ സീറ്റാണെന്ന് LDF-ന് പറയാൻ. കാരണം G. കാർത്തികേയനും അതിനുശേഷം മകൻ ശബരിനാഥനും നേടിയ മണ്ഡലമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും പക്ഷേ LDF-ന് അത്രമേൽ വലിയ നിരാശയൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ജില്ലാ പഞ്ചായത്ത് അടക്കം ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF-നൊപ്പം തന്നെയാണ് നിൽക്കുന്നത്.
എൽ ഡി എഫിന് സംസ്ഥാനത്ത് തന്നെ പല സ്ഥലങ്ങളിലും വലിയ തിരിച്ചടി, എൽ ഡി എഫിൻ്റെ കോട്ടകളിലൊക്കെ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലും പക്ഷേ തിരുവനന്തപുരത്ത് അത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയും.